ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്ത് എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഇത് ടൈംലെസ് ആണ്. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കേണ്ട സമയം മാത്രമേ ഈ മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ വരുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. കോൺഷ്യസ്നെസ് ആണ്. Celebration, rebirth, experiencing, the Wheel of Fortune, Swords, Seven of Wands, Patience, this chakra, mental conflict, crown chakra, awareness, throat chakra. വളരെ പോസിറ്റീവായിട്ട് ഉള്ള ദിവസമാണെന്ന്. നിങ്ങൾ വളരെയധികം സ്പിരിച്വലി നിങ്ങൾ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം കോൺഷ്യസ്നെസ്സാണ് ആദ്യം തന്നെ വന്നത്. നിങ്ങളുടെ ബോധം, അത് നിങ്ങളുടെ അവയർനെസ് അത് വളരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ക്രൗൺ ചക്രയും ബേസ് ചക്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രയാണ് റൂട്ട് ചക്ര, അതുപോലെ തന്നെയാണ് ക്രൗൺ ചക്ര. അപ്പോൾ ഈ രണ്ട് ചക്രാസ് നിങ്ങൾ ചിലപ്പോൾ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ രണ്ട് ചക്ര ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ബേസ് ചക്ര അതായത് മൂലാധാര ചക്ര ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മണി ബ്ലോക്സ് ഒക്കെ മാറും. നിങ്ങൾക്ക് പലർക്കും ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ ആ ഭയമൊക്കെ മാറും. കാരണം സോറോ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പം നമ്മൾ ബേസ് ചക്ര ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് അകാരണമായ ഭയം ഉണ്ടാകാം. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയം, നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകും, നമുക്ക് എന്തായിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു ഭയം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത് ആ റൂട്ട് ചക്ര നിങ്ങൾക്ക് ഓപ്പൺ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഭയമൊക്കെ മാറിപ്പോവും. പിന്നെ നിങ്ങൾക്ക് മണി ബ്ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുമെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പലർക്കും ജോലി സ്ഥിരത ഇല്ലാത്തത് ഈ റൂട്ട് ചക്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ്, നമ്മളുടെ കുട്ടിക്കാലം മുതലേ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ അത് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, റൂട്ട് ചക്രയിൽ അടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രോഗ്രസ് വരാത്തത്. അപ്പോൾ ദേഷ്യവും ഭയവും ഉത്കണ്ഠയും പിന്നെ നമുക്ക് മുന്നോട്ടൊരു നെഗറ്റിവിറ്റിയാണ്. അത് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരികയും അത് അട്രാക്റ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ. അപ്പോൾ അത് റൂട്ട് ചക്ര ആക്ടിവേറ്റ് അല്ലാതിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആയി വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പം കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്,
സെലിബ്രേഷൻ വന്നത്. അപ്പോൾ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പങ്കെടുക്കുമായിരിക്കും. അങ്ങനെ ഒരു ആഘോഷമായിരിക്കും. ചിലപ്പോൾ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊന്ന് പോയി ഒന്ന് സന്തോഷിക്കാമെന്ന് തീരുമാനിച്ച ദിവസമായിരിക്കാം. റീബർത്താണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരാളെ ആയിരിക്കില്ല നിങ്ങളിനി. നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു റീഡിങ് കേട്ടത് കൊണ്ട് മാത്രം ഒരാളിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകണില്ല. ഇതൊരു മോട്ടിവേഷൻ പോലെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഫ്യൂച്ചറിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അത് നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ഫ്യൂച്ചർ ഉള്ളത്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുന്നു. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. കാരണം ഈ ടാരോട്ടൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ പാത്തിലുള്ളവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എത്രയോ പേർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു നിമിത്തമാണ് ഇതിലൂടെ നിങ്ങളൊന്ന് മാറുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് റീബർത്താണ്. നിങ്ങൾ പാസ്റ്റിൽ ജീവിച്ചിരുന്നത് പോലെ അല്ല നിങ്ങൾ ഇനി ജീവിക്കുന്നതെന്നാണ്. പക്ഷെ അത് നിങ്ങൾ തന്നെ ശ്രമിക്കണം. അത് മറ്റൊരാൾ വിചാരിച്ചാലും പറ്റൂല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശരിക്കും ആ പവർ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ പ്രവർത്തിക്കുക. എക്സ്പീരിയൻസിങ് ആണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണിത്. സ്പിരിച്വൽ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠിക്കണം എന്നും അറിയണം എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പ്രത്യേകിച്ചും കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബോധത്തിൽ നിങ്ങളുടെ ആ ഒരു സോൾ ആഗ്രഹിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണമെന്ന്. ചിലപ്പം നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങളുടെ കുറേ പാസ്റ്റ് ലൈഫിലുള്ള കുറേ കർമ്മ ക്ലെൻസ് ചെയ്ത ഒരു ജന്മമായിരിക്കും ഇത്. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ശരിക്കും പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പഠിക്കണമെന്ന് അല്ലെങ്കിൽ അറിയണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. സോളിനെ കുറിച്ച് അറിയണമെന്ന് ഉണ്ടായിരിക്കാം. പിന്നെ പാരാസൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സ്പിരിച്വൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതൊക്കെ എല്ലാ ജന്മങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും കിട്ടുന്നൊരു കാര്യമല്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം, ഈ സ്പിരിച്വൽ പാത്തിലുള്ളവർക്കും അതൊരു നമ്മൾ ആ ബോധോദയത്തിലേക്ക് പോകുന്ന ആ ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. സോറോയാണ് അതിൻ്റെ കാരണം. നമ്മൾ പറഞ്ഞു ബേസ് ചക്രയാണ്, ലേസിനെസ് ആണ്. പിന്നെ കുറച്ച് പലർക്കും ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്യാം എന്നൊക്കെ തോന്നുന്നൊരു സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. സമയം അനുകൂലമാകുന്നുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മെറ്റീരിയൽ ലൈഫിലാകട്ടെ സ്പിരിച്വൽ ലൈഫിലാകട്ടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. 4 ഓഫ് സോർട്സ് ആണ്. ചിലർക്ക് ഇന്നൊന്ന് ലേസി ആയിട്ടിരിക്കാൻ, അത് ലേസിനെസ്സും വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നുന്ന ദിവസം കൂടിയാണ്. ഒരു മടി പിടിച്ചിരിക്കും. ചിലർക്ക് ഒരു മടി പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ചിലർ ശരിക്കും പുതിയ കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ഡ്രൈവിംഗ് ക്ലാസ്സിനായിരിക്കാം, ഡാൻസിനായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ ആക്റ്റീവായിരിക്കും കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ലേസി ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പം ചിലർക്കത് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കാം. ഓർമ്മകളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ ഈ ഓർമ്മകൾ ഹോൾഡ് ചെയ്യുമ്പം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഓർക്കാൻ തന്നെ തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചിലർക്ക് അങ്ങനെയാണെന്ന് കാണുന്നുണ്ട്. പേഷ്യൻസാണ്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കുറേയധികം കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നതായിരിക്കാം. നിങ്ങളൊരു വിത്തിട്ടിട്ട് നിങ്ങൾ
അതിന് ഒരു അതിനൊരു പ്രോഗ്രസ്സും ഇല്ലാതിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളത് ഇത് മുള പോലെ ആയിരിക്കും. ചിലപ്പോൾ അത് കുറേ വർഷങ്ങൾ കഴിയുമ്പം ഒറ്റ വളരെ കുറച്ച് സമയം കൊണ്ട് അത് വളരും. ചിലപ്പോൾ കുറേ വർഷങ്ങൾ നിങ്ങളിത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇനി അത് ക്വിക്കായിട്ട് വളരും. അപ്പോൾ അത് ആ ഒരു സമയമാണ് ഇപ്പോൾ. പിന്നെ ബേസ് ചക്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, ഇതിങ്ങനെയാണോ. അത് പ്രത്യേകിച്ചും സ്പിരിച്വൽ പാത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവർക്ക് ഒന്നിനും ക്ലാരിറ്റി കിട്ടാതാകുമ്പം ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോന്നിനും തിരയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരും. ഇതാണോ ശരി, അല്ലെങ്കിൽ പലരും പറയുന്ന അഭിപ്രായം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ക്രൗൺ ചക്രയാണ്. അപ്പം നിങ്ങൾ ഈ യൂണിവേഴ്സിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള സുഖവും സൗഭാഗ്യവും സമ്പത്തും ഒക്കെ നിങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങളെ ക്രൗൺ ചക്ര ഓപ്പൺ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ വന്നത് അവയർനെസ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ക്രൗൺ ചക്രയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ, നമുക്കിവിടെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ആ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ നിങ്ങൾ വളരെ ആ ക്രൗൺ ചക്ര ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് റേക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ എനിക്കത് പെട്ടെന്ന് അങ്ങനെ തോന്നി. കാരണം സ്പിരിച്വൽ പാത്തിലുള്ളവർ പിന്നെ റേക്കി എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. റേക്കി ആഗ്രഹിക്കുന്നവർക്ക് മാത്രം റേക്കി പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റേക്കി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിക്കുക. കാരണം ആ ഒരു എനർജി സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറും. ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. നമുക്ക് ചക്ര ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത് റേക്കി മെഡിറ്റേഷൻസാണ്. അപ്പോൾ അത് ശരിക്കും ആ റേക്കി സിമ്പിൾസൊക്കെ വരച്ചിട്ട് റേക്കി മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചക്രസ് എല്ലാം ക്ലെൻസ് ആവും, ആക്ടിവേറ്റ് ആകും, നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറും, നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ നല്ലതാകും എന്നുള്ളതാണ്. പീസ്ഫുൾ ആകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ത്രോട്ട് ചക്ര വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റും, മറ്റുള്ളവരോട് നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം പലർക്കും ത്രോട്ട് ചക്ര നിങ്ങൾക്ക് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരെയും കാണുന്നുണ്ട്. ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരും ഉണ്ടെന്ന് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർട്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇതിൻ്റെ. അപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളൊരു പരിധി വരെ മാത്രമേ നമുക്കുള്ള കഴിവുകളും നമുക്കറിയാവുന്നത് നമ്മൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുള്ളൂ. ആ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കിനി എത്ര വലിയ അറിവുണ്ടെങ്കിലും നമ്മൾ വളരെ അത് ആരോടും തന്നെ ചിലപ്പോൾ ചോദിക്കുന്നവരോട് പറയുമായിരിക്കും, അല്ലാതെ എനിക്കങ്ങനെ അറിയാം എന്ന് പറയാൻ ശ്രമിക്കാറില്ല. അതൊരു ഏറ്റവും നല്ല അറിവുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ശരിക്കും കുറേ കാര്യങ്ങൾ അറിയാം, നിങ്ങൾ പക്ഷേ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്നോട് സ്വിച്ച് കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വിച്ച് വേർഡ്സ് എനിക്ക് അറിയാവുന്നത് വളരെ കുറച്ച് സ്വിച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ അത് അത്രയും അധികം പഠിക്കണം. അപ്പോൾ എനിക്ക് അത്രയധികം അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് കുറേ ബുദ്ധമന്ത്രങ്ങൾ അറിയാം. അത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ ലളിതാ സഹസ്രനാമത്തിലെ കുറച്ച് മന്ത്രങ്ങൾ അറിയാം. ഞാനൊരു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് അത് മാത്രമേ അറിയുള്ളൂ. എനിക്ക് വേറൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ബൈബിളിലുള്ള വചനങ്ങൾ ഏറ്റവും നല്ലതാണ്, ഖുറാനിലെ ആയത്തുകൾ ഓതുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളെ ദിക്റുകൾ ചൊല്ലുന്നതും, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതുണ്ടല്ലോ, അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾ ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് കുറച്ച് അറിയാവൂ എനിക്ക്. അപ്പോൾ അറിയാവുന്ന ബുദ്ധമന്ത്രങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. കാരണം മനസമാധാനത്തിനുള്ളത്, അതിന് അല്ലാതെ വേറൊന്നും കുറേ ഇതാക്കാൻ പറ്റില്ല. മനസമാധാനത്തിനുള്ള കുറച്ച് മന്ത്രാസുണ്ട്. സമാധാനം, നമ്മളെ മനസ്സ് ഭയങ്കര പീസ്ഫുൾ ആക്കുന്ന മന്ത്രങ്ങളുണ്ട്, ബുദ്ധമന്ത്രങ്ങൾ. അതെനിക്കറിയാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലും കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാനുള്ള അനുഗ്രഹം ദൈവം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.